ഇന്ത്യൻ നേവിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് SSLC+ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വിവിധ ട്രേഡുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആ എക്സാം അതിൻ്റെ ടെസ്റ്റ് സീരീസ് PYQs ഒക്കെ വെച്ചുള്ള ടെസ്റ്റ് സീരീസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിലിടും. അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് നമ്മൾ ഓരോ സമയത്തിനനുസരിച്ച് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ ഉണ്ട്. അത് മാത്രമല്ല ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ഐറ്റംസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നിശ്ചിതമായിട്ടുള്ള ഡ്രസ്സും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഷൂ കാര്യങ്ങൾ, ഈ പറയുന്ന കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ സേഫ്റ്റി ഐറ്റംസ് ആയിട്ടുള്ള കുറച്ച് നമ്മൾ ചെറിയ രീതിയിൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ഐറ്റംസും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അക്കോമഡേഷനെ കുറിച്ചിട്ട് എല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗവൺമെൻറ് തരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതല്ലാതെ നമ്മൾ കുറച്ച് നിന്ന് ചെറിയൊരു എമൗണ്ട് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ വാങ്ങേണ്ടതായിട്ടുണ്ട്. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഫ്രീ ആണ്. നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, അക്കോമഡേഷൻ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിയാൽ ഇവരുടെ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലരും സ്കിപ്പ് ചെയ്ത് പോകണമെന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് കാര്യങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും ഇതൊരു പെർമനൻറ്റ് വേക്കൻസിയോ കാര്യങ്ങളൊന്നല്ല. ഇതിലേക്ക് അപ്രൻറ്റീഷിപ്പ് വേക്കൻസിയിലേക്ക് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അപ്രൻറ്റീഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനവധി ബെനിഫിറ്റ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്ന് നമുക്ക് അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. പിന്നെ നമുക്ക് ഈ പറയുന്ന ഇത്തരം നേവൽ ഷിപ്പ് യാർഡിലൊക്കെ നമുക്ക് ഒരുപാട് പെർമനൻറ്റ് വേക്കൻസിയും കോൺട്രാക്ട് ബേസിലുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിലേക്കും കൊച്ചിൻ ഷിപ്പ് യാർഡിലേക്കും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അത് കണക്കാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ തന്നെ കോൺട്രാക്ട് ബേസിലൊക്കെ വിളിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് അപ്രൻറ്റീഷിപ്പ് ചെയ്തവർക്കൊക്കെ അതിൻ്റേതായുള്ള പ്രിഫറൻസും വെയിറ്റേജ് ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ അതാണ് മാക്സിമം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. നിങ്ങൾ ഇതുവരെ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർ ആരും കണ്ട് മാക്സിമം അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വർഷം നല്ല രീതിയിൽ നമുക്ക് അക്കോമഡേഷനും അതുപോലെ അവരുടെ പിന്നെ മറ്റ് ഇൻഡസ്ട്രിയിലൊന്നും നമുക്ക് അപ്രൻറ്റീഷിപ്പിന് ലഭിക്കാത്ത മറ്റു ഒട്ടനവധി ബെനിഫിറ്റ് കാര്യങ്ങൾ ഇതിൽ ലഭിക്കുന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണുക. ഇത് നമുക്ക് ഓൺലൈനായിട്ടും അപ്ലൈ ചെയ്യണം, എന്നിട്ട് നമ്മൾ ഓഫ്ലൈനായിട്ട് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ അഡ്വർടൈസിംഗ് നമ്പർ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഇതിലേക്ക് നിങ്ങൾക്കൂടെ കാണാം ഏതൊക്കെ ട്രേഡുകളാണ് വിളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അതത് ട്രേഡുകളിലേക്ക് നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. ജസ്റ്റ് ഇവിടെ ഏതൊക്കെ ട്രേഡിലേക്കാണ് വിളിച്ചിരിക്കുന്നതിൻ്റെ വേക്കൻസിയാണ് നമ്മൾ ആദ്യം പറയുന്നത്. മെക്കാനിക് ഡീസൽ നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ വേക്കൻസി പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഇവിടെ നോക്കാം. 25 വേക്കൻസി, മെഷീനിസ്റ്റ് 10 വേക്കൻസി. ഇൻ കേസ് നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജനറൽ വേക്കൻസിൻ്റെ തീർച്ചയായിട്ടും അതിലേക്ക് അപ്ലൈ ചെയ്യണം. റിസർവ്ഡ് വേക്കൻസി തന്നെ വേണമെന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾക്കുള്ള വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ദെൻ മെക്കാനിക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിലേക്ക് സെൻട്രൽ AC പ്ലാന്റ് അതുപോലെ ഇൻഡസ്ട്രിയൽ കൂളിംഗ് ആൻഡ് പാക്കേജ് എയർ കണ്ടീഷനിങ്ങിലാണ് 10 വേക്കൻസി ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ ഞാൻ പറയാം. ദെൻ ഫൗണ്ടറി മാന് 5 വേക്കൻസി, ഫിറ്റർ 40 വേക്കൻസി, പൈപ്പ് ഫിറ്റർ 25 വേക്കൻസി, മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് 5 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 25 വേക്കൻസി, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് 10 വേക്കൻസി, ഇലക്ട്രോണിക് മെക്കാനിക് 25 വേക്കൻസി, വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 13 വേക്കൻസി, ഷീറ്റ് മെറ്റൽ വർക്കർ 27 വേക്കൻസി, ഷിപ്പ്രൈറ്റ് വുഡ് 22 വേക്കൻസി, പെയിൻറ്റർ ജനറൽ 13 വേക്കൻസി, മെക്കാനിക് മെക്കട്രോണിക്സ് ആണ് 10 വേക്കൻസി, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് 10 വേക്കൻസി. ആകെ മൊത്തം 275 വേക്കൻസിയിലേക്കാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസർവ്ഡ് വേക്കൻസി നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അതത് കാറ്റഗറിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതത് കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസർവേഷൻ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം തന്നെ ITI ആണ്. അപ്പോൾ ഏതൊക്കെ ITI ആണ് നമ്മൾ കഴിഞ്ഞിരിക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന മെക്കാനിക് ഡീസലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ മെക്കാനിക് ഡീസൽ അല്ലെങ്കിൽ മറൈൻ എഞ്ചിൻ ഫിറ്റർ ഇതിലേതെങ്കിലും നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി മെഷീനിസ്റ്റ് NCVT ആണെങ്കിലും SCVT ആണെങ്കിലും രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം. സ്റ്റേറ്റ് ആണെങ്കിലും നാഷണൽ കൗൺസിൽ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി മെഷീനിസ്റ്റ് ആണെങ്കിൽ മെഷീനിസ്റ്റ് ഗ്രൈൻഡർ ഇതിലേതെങ്കിലും ITI കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഈ പറയുന്ന മെക്കാനിക്കിലേക്കാണ് നിങ്ങൾക്ക് ഈ പറയുന്ന R&ACയിൽ ITI കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ITI കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ദെൻ സെൻട്രൽ എയർ കണ്ടീഷനിങ് പ്ലാന്റ് മെക്കാനിക്കൽ ITI കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ദെൻ ഫൗണ്ടറിമാൻ ആണെങ്കിൽ ഫൗണ്ടറിമാനിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഫിറ്റർ ആണെങ്കിൽ ഫിറ്ററിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 5 ഫിറ്ററിൽ
പ്ലംബർ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രീഷ്യനിലേക്ക് ഇലക്ട്രീഷ്യൻ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്കൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക് മെക്കാനിക്കിലേക്ക് ഇലക്ട്രോണിക്സ് മെക്കാനിക്കലോ അല്ലെങ്കിൽ മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം അല്ലെങ്കിൽ ടെക്നീഷ്യൻ ഇലക്ട്രോണിക് സിസ്റ്റം ഡിസൈൻ ആൻഡ് റിപ്പയറിലോ അതിലേതെങ്കിലും ITI കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ നിങ്ങൾക്ക് വെൽഡറിലോ അതല്ലെങ്കിൽ വെൽഡർ ഈ പറയുന്ന നിങ്ങൾക്ക് GMAW ആൻഡ് GTAW ആണ് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെൽഡർ പൈപ്പ് അല്ലെങ്കിൽ വെൽഡർ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ട്രക്ചറൽ അല്ലെങ്കിൽ വെൽഡർ ഫാബ്രിക്കേഷൻ ആൻഡ് ഫിറ്റിംഗ്. അടുത്തത് വെൽഡിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വെൽഡർ ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വെൽഡ് ടെക്നീഷ്യൻ. ഇതിലേതെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്കൽ അപ്ലൈ ചെയ്യാം. ഷീറ്റ് മെറ്റൽ വർക്കറിലേക്ക് നിങ്ങൾക്ക് ഷീറ്റ് മെറ്റൽ വർക്കറിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഷിപ്പ്രൈറ്റ് വുഡിൽ നിങ്ങൾക്ക് കാർപ്പൻറ്ററിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പെയിൻറ്ററിലേക്ക് നിങ്ങൾക്ക് പെയിൻറ്റർ ജനറൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ മെക്കാനിക്സ് ആണ്. മെക്കാനിക് മെക്കട്രോണിക്സിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ടെക്നീഷ്യൻ മെക്കട്രോണിക്സിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി കോപ്പയിലേക്ക് നിങ്ങൾക്ക് കോപ്പയിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു എന്താണ് അതായത് ITI ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ITI കഴിഞ്ഞവർക്ക് അതത് ട്രേഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാവുന്നതാണ് എലിജിബിൾ ആണെങ്കിൽ. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് 10ാം ക്ലാസ്സും അതത് ട്രേഡിൽ ITIയുമാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം 10ാം ക്ലാസ്സിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 50% മാർക്ക് മിനിമം വേണമെന്നുള്ളതാണ്. നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 50% മാർക്ക്, അതോടൊപ്പം നിങ്ങൾക്ക് 65% നമുക്ക് ITIയിൽ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം, മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 10ാം ക്ലാസ്സിൽ മിനിമം 50%, ITIയിൽ നിങ്ങൾക്ക് മിനിമം 65% മാർക്കുള്ളവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനടുത്ത് നമ്മൾ നോക്കുന്നത് ഏജ് ലിമിറ്റ് ആണ്. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതിലേക്ക് അപ്പർ ഏജ് ലിമിറ്റ് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് എത്ര ഏജ് ആണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം ഏജ് 14 മുതൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം ഈ പറയുന്ന ഒരു ഹസാർഡസ് ആയിട്ടുള്ള ഒക്യുപ്പേഷനൊക്കെ ആണെങ്കിലാണ് 18 വയസ്സ് മിനിമം ആണെന്നുള്ള കണ്ടീഷൻ. ഇതിലേക്ക് 14 വയസ്സ് മുതൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനോ കാര്യങ്ങളൊന്നുമില്ല. എത്രയാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിലവിൽ ഏതെങ്കിലും അപ്രന്റീസ്ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതില്ല. അവർ എലിജിബിൾ അല്ലാന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. SC/ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് നിശ്ചിതമായിട്ടുള്ള റിസർവേഷനും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. എല്ലാം സെൻട്രൽ ഗവൺമെൻറ് ഫോർമാറ്റ് ആയിരിക്കണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ പ്രൊസീജിയറാണ്. പ്രൊസീജിയർ ജസ്റ്റ് അതിൻ്റെ ഓരോ സ്റ്റേജസ് ആയിട്ട് ഞാൻ പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പോർട്ടലിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യണം. നാപ്സിൽ നമ്മൾ എന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്യണം. ഇതാണ് നാപ്സിൻ്റെ ഹോം പേജ്. അപ്പോൾ ഈ നാപ്സിൻ്റെ ഹോം പേജ് ഒക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ആവുന്നുള്ള ലിങ്ക് ഉണ്ടാവില്ല. ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഹോം പേജിലേക്കാണ് വരിക. ഇനി നിങ്ങൾക്ക് അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. GOC എജുലാൻഡ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ നമ്മുടെ ഹോം പേജാണ് നിങ്ങൾക്ക് കിട്ടുക. ഹോം പേജ് അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടായാലും ഹോം എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ് എന്നുള്ളടത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. നേവി അപ്രന്റീസ്ഷിപ്പ് റിക്രൂട്ട്മെന്റ് പറഞ്ഞിട്ട് അവിടെ കാണാം. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ള അവിടെയും കാണാം, ഈ കോളത്തിലും കാണാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ നമ്മുടെ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് മുകളിൽ തന്നെ ഉണ്ടായിക്കോണമെന്നില്ല. നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് മുകളിൽ വേറെ കാര്യങ്ങൾ വരും. അത് ഇത് താഴോട്ട് വന്ന് ചിലപ്പം ഇത് കോളത്തിൽ ഒതുങ്ങില്ല. അത് ഇവിടെ വ്യൂ മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേജ് വൈസ് ആയിട്ട് കാണാൻ പറ്റും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നേവി അപ്രന്റീസ്ഷിപ്പ് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളതിൽ ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതിൻ്റെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്ലൈ നൗ എന്നുള്ള ലിങ്ക് ഉണ്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഓപ്പൺ ആക്കുക. ഇതിൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ നമ്മുടെ നാപ്സിലേക്കാണ് അത് വരിക. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നാപ്സിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ നാപ്സിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ മുൻപ് നാപ്സിൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതുവരെ നാപ്സിൽ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ അവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്നുള്ള ഭാഗമുണ്ട്. അവിടെ കാൻഡിഡേറ്റ് എന്നുള്ള സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്താണ് രജിസ്റ്റർ ആസ് എ കാൻഡിഡേറ്റ്സ് എന്നുള്ള ബട്ടൺ കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അവിടെ ടിക്ക് ചെയ്തിട്ട് ITI സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ITI റോൾ നമ്പർ കൊടുത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ എന്ത് ചെയ്യണം 100% ആക്കണം. പ്രൊഫൈൽ 100% ആക്കാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റു ആധാർ കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നാപ്സിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി നിങ്ങൾ അക്കൗണ്ട് നാപ്സിലുണ്ട്, വീണ്ടും ചെയ്യേണ്ടതല്ല. നിങ്ങൾ ചെയ്യേണ്ട വേറെ സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ ഉദ്യോഗാർത്ഥികൾ നാപ്സിൽ ഇതുവരെ അക്കൗണ്ട് ഇല്ലാത്തവർ നാപ്സിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ SSLC അതായത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലും നമ്മുടെ ആധാറിലും നമ്മുടെ പേരും അതുപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും സെയിം ആണോ എന്ന് ഉറപ്പുവരുത്തുക.
അതായത് നമ്മുടെ SSLC ബുക്കിലും നമ്മുടെ ആധാർ കാർഡിലും നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഇവ രണ്ടും സെയിം ആണെന്ന് ഉറപ്പ് വരുത്തുക. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ SSLC ബുക്ക് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ ആധാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ അക്ഷയയിൽ പോയാൽ മതി. അതിൽ ആധാർ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് രജിസ്ട്രേഷനിലൊക്കെ പിന്നീട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് ഇവർ ആദ്യം തന്നെ അത് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് ഇതിലേക്ക് നാപ്സിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ SSLC ബുക്കിലും ആധാർ കാർഡിലും സെയിം ആണോ, നിങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ചെക്ക് ചെയ്യുക. ഇനി സെയിം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, SSLC ബുക്കിൽ എങ്ങനെയാണോ പേര് എന്ന് വെച്ചാൽ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും എങ്ങനെയാണോ എന്നുള്ളത് അതുപോലെ തന്നെ ആധാർ കാർഡിലും കൊണ്ടുവരാൻ ശ്രമിക്കുക. ആധാർ കാർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞാൽ വീണ്ടും നമ്മളതിൽ ലോഗിൻ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും ഈ പറയുന്ന ആധാർ, പാൻ കാർഡ്, ബാങ്ക് നമ്പർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ പ്രൊഫൈൽ 100% കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് പ്രൊഫൈലിൽ എന്തൊക്കെയാണോ മാൻഡറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, മീൻസ് രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ ഇത് കൊടുത്ത ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണോ മാൻഡറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 100% നമ്മളെ പ്രൊഫൈൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ പ്രൊഫൈലൊക്കെ 100% ആയത് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അപ്രൻറ്റീഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് സെയിം വെബ്സൈറ്റിൽ തന്നെ നാപ്സിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ കാണാം അപ്രൻറ്റീഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്നിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇവിടെ സെർച്ച് ബൈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അവിടെ നമ്മൾ ഈ ഇവിടെ പറയുന്നതിൻ്റെ നേവൽ ഡോക്യാർഡ് നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്കിവിടെ കാണാം, ഞാൻ ഒരു പിങ്ക് കളറിലൂടെ മാർക്ക് ചെയ്ത് നേവൽ ഡോക്യാർഡ്. അപ്പോൾ നേവൽ ഡോക്യാർഡ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ നേവൽ ഡോക്യാർഡ്. ഓക്കെ, അപ്പോൾ നേവൽ ഡോക്യാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ അടിക്കുന്ന സമയത്തിന് അവിടെ താഴെ കുറേ എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന സമയം വരെ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് മുംബൈൻ്റെ മാത്രമേ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മുംബൈൻ്റെ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ നമുക്ക് വിശാഖപട്ടണമാണ്. അപ്പോൾ അതിൻ്റെത് അവർ അപ്ഡേറ്റ് ചെയ്യും. 2 ദിവസത്തിൻ്റെ ഉള്ളിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഇതിൽ ഏതെങ്കിലും കയറിയിട്ട് അപ്ലൈ ചെയ്തത്. ഇത് മുംബൈൻ്റെ വേക്കൻസീസാണ് ഇവിടെ കാണിക്കുന്നത്. ഇതും കാണാം 10/9/2024 ആണ്. അപ്പോൾ നമുക്ക് ഇവർ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഉള്ളിലൊക്കെ ഈ ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ അവരെന്ത് ചെയ്യും, അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പം ഇതൊരിക്കലും എന്താണ് അവിടെ നിന്ന് കിട്ടിയ നോട്ടിഫിക്കേഷൻ ഒന്നല്ല. നമുക്കിതാ ഇവിടെ കാണാം, നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ജസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് ഓഫ് ഡെസിഗ്നേറ്റഡ് ട്രേഡ് അപ്രൻറ്റീഷിപ്പ് വിശാഖപട്ടണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ബാച്ച് 2025 to 26 ബാച്ച് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതാണ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇവർ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷൻ തന്നെയാണ്. അല്ല നമ്മൾ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് പറയുന്നതൊന്നല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ കമൻറ്റ് ചെയ്യേണ്ട വിചാരിച്ച് പറഞ്ഞതാണ് കേട്ടോ. ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കേണ്ട വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് വരാൻ കാത്തുനിന്നാൽ ചിലപ്പോൾ നിങ്ങൾക്കത് മറ്റ് ചാനലുകളിലൊക്കെ കണ്ട് നിങ്ങൾ അറിയുന്നതിൽ നമ്മുടെ ചാനലിൽ നമ്മുടെ സബ്സ്ക്രൈബർ അങ്ങനെ തന്നെ കാണുന്നതായിരിക്കും നല്ലത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിങ്ങൾ 2-3 ദിവസം വെയിറ്റ് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നേവൽ ഡോക്യാർഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇപ്പം നിലവിലൊന്നും കാണിക്കുന്നില്ല. ഇപ്പം അതിൽ ഇനി നേവൽ ഡോക്യാർഡ് നമുക്ക് ഈ പറയുന്ന വിശാഖപട്ടണം എന്ന് പറഞ്ഞിട്ടാണോ വരുന്നത് എങ്കിൽ അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ വരുന്നുണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നമ്മുടെ കമൻറ്റിലൊന്ന് വന്നിട്ട് പറയാം. കാരണം ബാക്കിയുള്ളവർക്ക് അത് യൂസ് ആകും. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കണമെങ്കിൽ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം നിലവിൽ നമുക്ക് ഈ 41 ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ മുംബൈ ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം മുംബൈ ആണ്. അതിൻ്റെ പോസ്റ്റഡ് ഡേറ്റ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. 10/9 മുതൽ 8/9 അങ്ങനെ പല ഡേറ്റിലായിട്ട് ഇവിടെ ചെയ്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമുക്ക് കാര്യമില്ല. ഇപ്പോൾ നമുക്ക് മന്തൊക്കെ മാറിയില്ലേ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് വിശാഖപട്ടണത്തിൻ്റെ ആണെങ്കിൽ പഴയതാണെങ്കിലും അതിൽ അപ്ലൈ ചെയ്താൽ മതി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അവരുടെ ഇതിൽ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക 2-3 ദിവസം. അതിന് ശേഷം ജസ്റ്റ് നിങ്ങളത് അത് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യപാടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കണം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നില്ല. അങ്ങനെ നിങ്ങൾ അതിൽ അപ്ലൈ എന്നുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇത് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. ഓക്കെ, നമ്മുടെ പ്രൊഫൈൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രൊഫൈൽ നാപ്സ് കയറിയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യണം. നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് അത് പ്രിൻ്റ് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. അങ്ങനെ പ്രിൻ്റ് എടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നമുക്ക് 2 അഡ്മിറ്റ് കാർഡൊക്കെ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഫോർമാറ്റൊക്കെ ഞാൻ കാണിക്കാം. ഇതാണ് നമ്മൾ സെൻഡ് ചെയ്യേണ്ട ആ ഒരു അഡ്രസ്സ് ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്തോളൂ. ഇതാ ഇവിടെ കാണാം, ദ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാം. ദ ഓഫീസർ ഇൻ ചാർജ് എന്ന് കൂടെ കാണാം. ഫോർ അപ്രൻറ്റീഷിപ്പ് നേവൽ ഡോക്യാർഡ്
അപ്രൻറ്റീസ് സ്കൂൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. VM നേവൽ ബേസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് PO വിശാഖപട്ടണം, പിൻകോഡ് സഹിതം ആന്ധ്രാപ്രദേശ്. ഇതാണ് ഫുൾ അഡ്രസ്സ്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അതിൽ അയച്ചു കൊടുക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് ഞാൻ കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്ത് തരാം. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണരുത്, കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന പ്രശ്നമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് 2 കോപ്പീസ്, ഇതിൽ നമുക്കൊരു ഹാൾ ടിക്കറ്റിൻ്റെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ 2 കോപ്പി നമ്മൾ എടുത്ത് ഫില്ല് ചെയ്തിട്ട് അയച്ചു കൊടുക്കണം. ഓക്കെ, അത് നമ്മുടെ ഈ പറയുന്ന എന്താണ് നമ്മുടെ നാപ്സിലെ ഒന്നാമത്തെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണ്ടത് നാപ്സിലെ നമ്മുടെ പ്രൊഫൈലാണ്. നമ്മുടെ പ്രൊഫൈൽ 100% ആക്കി നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രിൻ്റ് എടുക്കുക. അങ്ങനെ പ്രിൻ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 2 കോൾ ലെറ്റർ, അതായത് അഡ്മിറ്റ് കാർഡ്, 2 അഡ്മിറ്റ് കാർഡിൻ്റെ കോപ്പി നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അത് പ്രിൻ്റ് എടുക്കണം. ആ അഡ്മിറ്റ് കാർഡിൻ്റെ ഫോർമാറ്റ് ഞാൻ ഇതിൽ കാണിക്കതാ. ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, ഇതാണ് അഡ്മിറ്റ് കാർഡ്. നിങ്ങൾക്കിവിടെ കാണാം ഹാൾ ടിക്കറ്റ്. ഈ ഹാൾ ടിക്കറ്റ് നമുക്ക് 2 എണ്ണം നമ്മൾ പ്രിൻ്റ് എടുക്കണം. ഇത് 2 കോപ്പി എടുക്കണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി വേറൊരു സാധനം പാട് ഇതിൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾക്കിവിടെ കാണാം ചെക്ക് ഓഫ് ലിസ്റ്റ് എന്ന് പറയും. നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ നമ്മൾ വെക്കുന്നത് വെച്ചാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് എന്ന് മാർക്ക് ചെയ്യുക. നിങ്ങൾ വെക്കുന്ന സാധനമാണെങ്കിൽ ഇവിടെ യെസ് എന്ന് എഴുതുക. ഇനി വെക്കാത്തതാണെങ്കിൽ നോ എഴുതുക. ഇതും പാടെ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ അയക്കണം കേട്ടോ. അങ്ങനെ ഈ 2 സാധനം പാടെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ പ്രൊഫൈല്, അതായത് നാപ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് അതായത് 100% നമ്മുടെ പ്രൊഫൈലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാനിവിടെ പറയാം, നമ്മൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ബൈ പോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആയിട്ടൊക്കെ അയച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ അഡ്രസ്സ്. ഈ ഒരു അഡ്രസ്സിലേക്ക് കംപ്ലീറ്റ് അഡ്രസ്സാണ്, ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നാപ്സിൽ ഒന്നുകൂടെ ഞാൻ സ്റ്റേജ് പറയാം. നാപ്സിൽ നമ്മൾ കയറാൻ രജിസ്റ്റർ ചെയ്യാത്തതാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മളെ പ്രൊഫൈൽ 100% ആക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. എന്നതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കാം. ഓക്കെ, നിങ്ങളെ പ്രൊഫൈലാണ് പ്രിൻ്റ് എടുക്കേണ്ടത്, നിങ്ങൾ അപ്ലൈ ചെയ്തതിൻ്റെ അല്ല. നിങ്ങളുടെ പ്രൊഫൈൽ നീറ്റായിട്ട് നിങ്ങൾ പ്രിൻ്റ് എടുക്കാം. അങ്ങനെ പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ പ്രിൻറ്റും ഇപ്പം ഞാൻ കാണിച്ച ഹാൾ ടിക്കറ്റ്, ഇതിപ്പോൾ നമ്മുടെ പ്രൊഫൈലാണെന്ന് വിചാരിക്കുക, ഞാൻ കാണിച്ച ഹാൾ ടിക്കറ്റ്, നമുക്ക് ഹാൾ ടിക്കറ്റ് നമ്മളിപ്പോൾ കാണിച്ച ഹാൾ ടിക്കറ്റ് 2 കോപ്പി വേണം. ഹാൾ ടിക്കറ്റ് 2 കോപ്പി വേണം. ആ 2 കോപ്പി ഫില്ല് ചെയ്യണം. നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഫില്ല് ചെയ്ത 2 കോപ്പി ഹാൾ ടിക്കറ്റും പ്ലസ് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ ആ ഒരു ചെക്ക് ഓഫ് ലിസ്റ്റും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ വെച്ചിട്ട് വേണം നമ്മൾ പോസ്റ്റലായിട്ട് ഈ പറയുന്ന അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കാൻ. ഓക്കെ, ഇനി അത് മാത്രം പോരാ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റും പാടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ വെക്കണം. അതായത് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ ഇതൊക്കെ ഫോട്ടോ കോപ്പി ആയിരിക്കണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ITൻ്റെ മാർക്ക് ഷീറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ നിങ്ങൾ അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിൽ ഫോട്ടോ ഒട്ടിക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അഡ്രസ്സ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഈ പറയുന്ന കമൻ്റായിട്ടൊക്കെ ചോദിക്കുക. അങ്ങനെ നമ്മുടെ അപേക്ഷ അവിടെ എത്തേണ്ട അവസാന തീയതി 2025 ജനുവരി 2 ഉള്ളിൽ നമുക്ക് ഈ പറയുന്ന അഡ്രസ്സിലേക്ക് നമ്മുടെ അപേക്ഷ എത്തിച്ചേരണം എന്നുള്ളതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ നാപ്സ് വഴി അപ്ലൈ ചെയ്യണം. നാപ്സ് വഴി അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ 2 ഹാൾ ടിക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്യണം. അതിൻ്റെ കൂടെ ചെക്ക് ഓഫ് ലിസ്റ്റ് വേണം. അതിൻ്റെ കൂടെ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ്, ITൻ്റെ സർട്ടിഫിക്കറ്റ്, ഇനി SC/ST കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ വെച്ചിട്ട് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ അയച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ നാപ്സിൻ്റെ പ്രൊഫൈലും വേണം. ഓക്കെ, അതും പ്രിൻറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നിങ്ങളുടെ എൻവലപ്പ് നിങ്ങൾ എടുക്കേണ്ടത് നമ്മളൊരു A4 സൈസ് വലിപ്പത്തിലുള്ള എൻവലപ്പ് വാങ്ങാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ റിക്രൂട്ട്മെൻ്റ് ഒക്കെ കൊടുക്കുമ്പോൾ. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഏത് ട്രേഡിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെയിൻറ്റർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെയിൻറ്റർ എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, അതിൽ മെൻഷൻ ചെയ്യണം. ഫ്രം അഡ്രസ്സ് കൊടുക്കുക, നിങ്ങളുടെ ടു അഡ്രസ്സ് അവരുടെ അഡ്രസ്സ് കൊടുത്ത് കറക്റ്റായിട്ട് നിങ്ങൾ അതുപോലെ അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ചെക്ക് ഓഫ് ലിസ്റ്റിലുള്ള ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ SSLCയുടെയും ITയുടെയും മാർക്കിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്കീം എന്ന് പറയുന്നത് വെയിറ്റേജ് കൊടുത്തതിന് 70:30 ആണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ SSLCക്കാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്, പിന്നെ ITൻ്റെ മാർക്ക് വെച്ചിട്ട് അങ്ങനെയാണ് ഇതിൽ ഈ പറയുന്ന സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ SSLCയിലും ITയിലും അത്യാവശ്യം മാർക്ക് കണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ അപേക്ഷിച്ച് ഇതിലേക്ക് ഫീസോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ അപേക്ഷിച്ച് നിങ്ങൾക്ക് മെറിറ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, റിട്ടേൺ എക്സാമിനേഷന് വിളിക്കും. ഷോർട്ട് ലിസ്റ്റ് റിട്ടേൺ എക്സാമിനേഷനുള്ള OMR ബേസ്ഡ് ആയിരിക്കും. ആ എക്സാം കാര്യങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ ഇടും കേട്ടോ. GeoCL Agilante ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ ഇടുക. അപ്പോൾ അതിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്കതിൽ വരുന്നത് മാത്തമാറ്റിക്സ് ഒരു 30 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ജനറൽ അവയർനെസ് 30, ദെൻ ജനറൽ നോളജ് 15, ഇങ്ങനെ 75 ക്വസ്റ്റ്യൻസ് ആണ് അതിലുണ്ടായിരിക്കുക. ഇതിന് നമുക്ക് നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ. ഓക്കെ,
ഓരോന്നിനും ഒരു മാർക്ക് വീതം നമുക്ക് കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഈ പറയുന്ന റിട്ടൺ ടെസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അതിനെയും ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനലി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത്, അതായത് ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകുക. ആ സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. അത് പിന്നീട് നിങ്ങൾ ആ സമയത്ത് നോക്കിയാൽ മതി. ഇനി ഇതിൻ്റെ ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 28 ഫെബ്രുവരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയമുണ്ട്. അപ്പം ഫെബ്രുവരി 28 നിങ്ങൾക്ക് ഇതിൻ്റെ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. റിട്ടൺ എക്സാമിനേഷൻ റിസൾട്ട് വരുന്നത് 4 മാർച്ചിലാണ്. ഇനി അതോടൊപ്പം തന്നെ ഇതിന് ഇൻ്റർവ്യൂ നടക്കുന്ന ഡേറ്റുകളൂടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ട്രേഡ് വൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങൾ ആ സമയത്ത് നോക്കിയാലും മതി. ഓക്കെ, ഇനി ഇതിൻ്റെ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് നമുക്ക് 1 വർഷം ഡ്യൂറേഷനുള്ള അപ്രൻറ്റീഷിപ്പ് ഉണ്ട്. ഇതിൽ 2 വർഷം ഡ്യൂറേഷനുള്ള ഉണ്ട്. അപ്പോൾ ഈ 1 വർഷം ഡ്യൂറേഷൻ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 7700 രൂപയാണ് ഇതിൻ്റെ എമൗണ്ട്. 2 വർഷം ഡ്യൂറേഷൻ ഉള്ളതാണെങ്കിൽ 8080 രൂപ പെർ മന്ത് നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അതാണ് അതിന് സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അതായത് ലിമിറ്റഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുക. ആദ്യം വരുന്നവർക്ക് ആദ്യം എന്നുള്ള രീതിയിലായിരിക്കും അക്കോമഡേഷൻ കൊടുക്കുക. അക്കോമഡേഷൻ അവിടെ അവൈലബിൾ ആയതിനനുസരിച്ച് അവർ കൊടുക്കും. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അക്കോമഡേഷൻ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നിങ്ങൾക്കിവിടെ കാണാം, ഈ പറയുന്ന നമ്മുടെ അക്കോമഡേഷൻ കിട്ടിക്കഴിഞ്ഞാലും അതിലേക്ക് നമ്മൾ ഈ പറയുന്ന ഭക്ഷണത്തിനൊക്കെ ഉള്ള ഒരു എക്സ്പെൻസ് ഒക്കെ ചെറിയ രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ അതിനകത്ത് ക്യാൻറ്റീൻ ഫെസിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ്. ചെറിയ എമൗണ്ടിനൊക്കെ നമുക്ക് ഭക്ഷണം കിട്ടുന്ന ആ ഒരു സംവിധാനമൊക്കെ ഉണ്ടാവേണ്ടതാണ്. പിന്നെ മറ്റു ഫർണിച്ചർ, അതുപോലെ അക്കോമഡേഷൻ, ഇലക്ട്രിസിറ്റി, വാട്ടർ ചാർജ്, നിങ്ങൾക്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബസ് സർവൻറ്റിനുള്ള ക്യാഷ് ഇതൊന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല. ഇതൊക്കെ ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യും, ഫണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇതിനടുത്ത് ക്ലോത്തിങ് ആണ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അവിടെ കിട്ടുകയെന്ന് വെച്ചാൽ, ഈ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 2 സെറ്റ് വൈറ്റ് യൂണിഫോം കിട്ടും. നമുക്ക് വൈറ്റ് യൂണിഫോം കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ഷൂ ഒരു പെയർ കിട്ടും. പിന്നെ നമുക്ക് 2 പെയർ സ്റ്റോക്കിങ്സ് എന്ന് പറയും. അതായത് ലേഡീസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മളെ കയ്യിലും നമ്മൾ കാലിലൊക്കെ ഇടുന്ന ആ ഒരു ക്ലോത്ത് ഇല്ലേ, ഒരു ബനിയൻ ക്ലോത്തുമായുള്ള സാധനമാണ്. അപ്പോൾ അതാണ് ജസ്റ്റ് വേണമെങ്കിൽ ഫോട്ടോ കാണിക്കാം. പിന്നെ നിങ്ങൾക്ക് 2 പെയർസ് ഓഫ് വർക്ക്ഷോപ്പ് ഓവറാൾസ് കിട്ടും. ഇത് നമ്മുടെ ഈ പറയുന്ന വർക്ക്ഷോപ്പിൽ നമ്മൾ മൊത്തം ഒരു എന്താ പറയുക, ഒരു സിംഗിൾ ഡ്രസ്സാക്കി ഇടുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അതിൻ്റെ വേണമെങ്കിൽ ഫോട്ടോ ഞാൻ വേണമെങ്കിൽ ഇടാം അവിടെ നിങ്ങൾക്ക്. ഓക്കെ, അത് ജസ്റ്റ് ഇതിലുണ്ട് യെസ്, ഇതേപോലെയുള്ള കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ആങ്കറിൽ ഇങ്ങനെ തൂക്കിയിട്ട പോലെയുള്ള അങ്ങനത്തെ ഒരു മോഡൽ ഫുൾ ലെങ്ത്തുള്ള ഒരു ഡ്രസ്സ് കിട്ടും. നമ്മുടെ മേലെ അഴുക്കൊന്നും ആവാതിരിക്കാൻ വേണ്ടിയുള്ള അതിനുള്ളത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന വൈറ്റ് ക്യാൻവാസ് ഫിസിക്കൽ ട്രെയിനിങ് ഷൂസ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കിട്ടും. പിന്നെ വൈറ്റ് ഷോക്സ് കിട്ടും. പിന്നെ അതുപോലെ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്രൻറ്റീഷിപ്പിൽ ജോയിൻ ചെയ്താൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഐറ്റംസ് ആണ്. ഇനി ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് ഹെൽമെറ്റും അതിൻ്റെ ഹാൻഡ് ഗ്ലൗസ് 4 പെയർ സോക്സ് നമ്മളൊരു 4 പെയർ വാങ്ങണം. പിന്നെ 2 പെയർ നമുക്ക് ഈ പറയുന്ന ഫിസിക്കൽ ട്രെയിനിങ് ഡ്രസ്സസ് ഉണ്ടാവും, അത് വാങ്ങണം. ഇങ്ങനെയുള്ള ക്യാപ്സ്, ഹാങ്കേഴ്സ്, പ്രാക്ടിക്കൽ ലോഗ് ബുക്ക്, സ്റ്റോക്കിംഗ് ബാൻഡ്, ബെൽറ്റ് ആൻഡ് ID കവേഴ്സ്, കാർഡ് കവർ തുടങ്ങിയിട്ടുള്ള ടാഗ്, ഇതൊക്കെ നമ്മൾ എന്തിനും പേയ്മെൻറ്റ് ബേസിലാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ചെറിയൊരു എമൗണ്ട് അതിനുണ്ടാവുന്നതാണ്. ബാക്കിയൊക്കെ നമുക്ക് ഞാൻ മുകളിൽ പറഞ്ഞൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവം തന്നെയാണ്. ഇനി ഇവിടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. അത് ഈ പറയുന്ന ഡോക്യാർഡ് ഡിസ്പെൻസറിയിൽ വെച്ചിട്ടുണ്ടാകും. ഇനി ഇനി അവിടുന്ന് അത് കഴിയാത്ത കാര്യമാണെങ്കിൽ അവരുടെ സർവീസ് ഹോസ്പിറ്റലിൽ നമുക്ക് എന്താണ് നല്ല ഫെസിലിറ്റിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നല്ലൊരു ബെനിഫിറ്റാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജസ്റ്റ് ഒരു അപ്രൻറ്റീഷിപ്പായിട്ട് കയറുമ്പോൾ തന്നെ ഇത്രയും ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പെർമനൻ്റ് ആയിട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ എന്തോരം ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു ഡ്രീം ജോബ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുക, എങ്ങനെയൊക്കെ അവിടെ കയറാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എക്സാമുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിലേക്കൊക്കെ പെർമനൻ്റ് ഒക്കെ വിളിക്കാറുണ്ട്. അപ്പം നമ്മുടെ കോൺട്രാക്ട് ബേസിൽ കയറാൻ പറ്റും. അങ്ങനെ കയറുക, അതിലൂടെയൊക്കെ നമുക്ക് എന്താണ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി നല്ല പോസ്റ്റുകൾ വരുമ്പോൾ ഒക്കെ കയറാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് വെറുതെ നമ്മൾ നടക്കുന്നതിലും ഏതെങ്കിലും കമ്പനിയിൽ പോയി തൽക്കാലം ജോലി ചെയ്യുന്നതിലൊക്കെ ബെറ്ററാണ് നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ചെയ്യാന്നുള്ളത്. അതൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഗവൺമെൻറ് അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഗവൺമെൻറ് എക്സാമുകളൊക്കെ അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് കൂട്ടുന്നതാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇൻസ്ട്രുമെൻറ്റ് കാര്യങ്ങൾ, അതായത് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഈ പറയുന്ന അപ്രൻറ്റീഷിപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടേതായിട്ടുള്ള ഒരു എക്സ്പെൻസ് കാര്യങ്ങളുണ്ടാവും. പിന്നെ അതിന് നമുക്ക് ലോക്കർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അത് പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ ബുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് എടുത്തു വെക്കാനുള്ള ആ ഒരു ലോക്കർ ഫെസിലിറ്റി ഒക്കെ ഓരോരുത്തർക്കും കിട്ടുന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പോർട്സ് ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടാവും. നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് ഈ പറയുന്ന ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അപ്രൻറ്റീഷിപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നമുക്ക് ഔട്ട്ഡോർ ഇൻഡോർ ആയിട്ടുള്ള ഗെയിംസ് ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും. മീൻസ് അവിടെ നമുക്ക് ആ ഫിസിക്കലായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് അതൊക്കെ നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ പറയുന്ന മറ്റ് സ്ഥലങ്ങളിലാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ട്രെയിനിങ് തുടങ്ങുന്നത് 2025 മെയ് 2 ഇതിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് അപ്രൻറ്റീഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക 2025 മെയ് 2. അപ്പോൾ നമുക്ക് നല്ലൊരു ടൈം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, എയിം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അതന്നെ വെയിറ്റ് ചെയ്യുക. അതുവരെ നിങ്ങൾ മറ്റു എക്സാമുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. 2 കോപ്പി ഹാൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഇത് 2 കോപ്പി പ്രിൻ്റ് എടുക്കണം. ഇത് ഈ പറയുന്ന ഹാൾ ടിക്കറ്റ് നമ്മൾ 2 കോപ്പി വേണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് മാത്രം പോരാ. ഇവിടെയൊക്കെ നമുക്ക് ഓഫീസ് യൂസ് ഓൺലിയാണ്, ഇവിടെ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ എന്ത് ചെയ്യണം, എഴുതണം. നിങ്ങളുടെ പേര് എങ്ങനെയാണോ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ എഴുതണം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡെസിഗ്നേറ്റഡ് ട്രേഡാണ്. ഇപ്പോൾ നിങ്ങൾ ഏതിലേക്കാണോ, പെയിൻറ്ററിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പെയിൻറ്റർ എന്നൂടെ കൊടുക്കുക. ഇനി ഫിറ്ററിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ഫിറ്റർ എന്ന് കൊടുക്കുക. വെൽഡറിലേക്കാണ് വെൽഡർ. അപ്പോൾ ഏതിലേക്കാണോ ഒന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതിലേക്കാണോ വെച്ചാൽ അത് നിങ്ങൾ ആ ഒരു ട്രേഡിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. ആ ട്രേഡിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങളുടെ പേര് SSLC ബുക്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അതുപോലെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെയാണ് SSLC ബുക്കിൽ അതുപോലെ കൊടുക്കുക. ഇനി പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അത് നിങ്ങൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാദറിൻ്റെ പേര്, അതുപോലെ പോസ്റ്റൽ അഡ്രസ്സ്, നിങ്ങളുടെ വീട്ടുപേര് കാര്യങ്ങളൊക്കെയാണ്. ഇമെയിൽ ID, ആധാർ നമ്പർ, ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നമ്മുടെ SSLC ബുക്കിലുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും മാർക്കുകൾ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. നിങ്ങളുടെ സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ അവിടെ കൊടുക്കണം. ഇത്രയാണ് ഇതിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ ഇവിടെ ഫിക്സ് ചെയ്യണം. അതായത് 1 മാസത്തിൻ്റെ ഉള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. ഫോട്ടോയുടെ അടിയിൽ നിങ്ങൾ പ്രത്യേകിച്ച് സ്റ്റുഡിയോയിൽ പറഞ്ഞിട്ട് അവരുടെ ഡേറ്റ്, ഫോട്ടോ എടുത്ത ഡേറ്റ്, 1 മാസത്തിൻ്റെ ഉള്ളിലുള്ള ഡേറ്റ്, നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ 1 മാസത്തിൻ്റെ ഉള്ളിൽ ഉള്ള ഡേറ്റ് ആക്കി ഇടാൻ പറയണം. അങ്ങനെ ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ഫോട്ടോയിൽ മെൻഷൻ ചെയ്യണം, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾ അതിന് ഫോട്ടോയുടെ ഫേസിലേക്ക് ആവാത്ത രീതിയിൽ ക്രോസ് ആയിട്ടൊന്ന് സൈൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ പറയുന്ന സെൽഫ് അറ്റസ്റ്റ് ചെയ്യണമെന്ന് ഇവിടെ പറയുന്നുണ്ട്, അതും മറക്കരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഫോട്ടോൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ ഫോട്ടോയുടെ കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങളൊരു ഫോട്ടോ എടുക്കുക, സ്റ്റുഡിയോയിൽ പോയിട്ട്, എന്നിട്ട് അവരോട് പറയാം ഈ അടിയിൽ ഏറ്റവും താഴെ നിങ്ങൾ ഫോട്ടോ എടുത്ത ഡേറ്റ്, അതായത് 1 മാസത്തിൻ്റെ ഉള്ളിലായിരിക്കണം ഡേറ്റ് കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾ അപ്പോൾ ഒരുപാട് മാസം മുന്നുള്ള ഡേറ്റ് ഒന്നും എടുത്ത് കൊടുക്കരുത്, ആ പ്രത്യേകം ശ്രദ്ധിക്കുക. 1 മാസത്തിൻ്റെ ഉള്ളിലുള്ള ഡേറ്റ് ആയിരിക്കണം. ഇനി ഇവിടെ നിങ്ങളത് ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡേറ്റ് മേലൊന്നും ആകാത്ത രീതിയിൽ നമ്മളതിന് ഫേസിലേക്കും കയറാത്ത രീതിയിൽ നമ്മൾ കുറച്ച് സിഗ്നേച്ചർ ഫോട്ടോയിലും കുറച്ച് നമ്മുടെ ഈ പറയുന്ന പേപ്പറിലും വരുന്ന രീതിയിൽ രണ്ട് കോൾ ലെറ്ററും അല്ലെങ്കിൽ 2 ഹാൾ ടിക്കറ്റിലും നിങ്ങളത് ഇതേപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒന്നിൽ മാത്രം ചെയ്താൽ 2 ഹാൾ ടിക്കറ്റിൽ നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കണം. 2 ഹാൾ ടിക്കറ്റിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ സൈൻ ചെയ്ത് അത് അറ്റസ്റ്റ് ചെയ്യണം ഇങ്ങനെ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അറ്റസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളെ സൈന് കുറച്ച് പുറത്തും കുറച്ച് ഫോട്ടോയിലും വരുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് 2 കോപ്പി എടുക്കണം. ഇനി ഇതൊരു കോപ്പി എടുക്കുക നിങ്ങൾ. ഓക്കെ, ഇത് കോപ്പി എടുത്ത് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ വെക്കേണ്ടത് വെച്ചാൽ അതിൻ്റെയൊക്കെയാണ് കാര്യങ്ങൾ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ചെക്ക് ഓഫ് ലിസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാം. ഞാൻ അതൊന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഒന്നാമത്തെ ഇവിടെ ചോദിക്കുന്നത് ചെക്ക് ഓഫ് ലിസ്റ്റ് ആണ്, ഇതന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, യെസ് എന്ന് കൊടുക്കുക. യെസ് എന്ന് ഇവിടെ ജസ്റ്റ് നിങ്ങൾ എഴുതി കൊടുക്കാം. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിമാർക്സ് ആയിട്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇനി പ്രിൻ്റ് ഔട്ട് കംപ്ലീറ്റ് അപ്രന്റീസ്ഷിപ്പ് പ്രൊഫൈൽ, ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ പ്രൊഫൈൽ നാപ്സിൽ കയറിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് അത് നിങ്ങൾ ഇതിൻ്റെ കൂടെ അയച്ചു കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ യെസ് എന്ന് കൊടുക്കണം. ഇനി SSLCയുടെ സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള SSLC സർട്ടിഫിക്കറ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോ കോപ്പി വേണം. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ് എന്ന് കൂടെ കൊടുക്കാം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ITയുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കുക. അതും ഇവിടെ യെസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇവിടെ നോ കൊടുക്കുക. ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഇവിടെ യെസ് എന്ന് കൊടുക്കുക. SC ST OBC ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ഫോർമാലുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇനി PWD ആണെങ്കിൽ അവർ യെസ് എന്ന് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മളിവിടെ നോ കൊടുക്കാം. ശാരീരിക പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ വേണം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇതൊക്കെ എക്സ് സർവീസ്മെൻ്റെ കാര്യങ്ങളാണ്, അങ്ങനെയുള്ളവർ യെസ് എന്ന് കൊടുത്താൽ മതി. ഇവിടെയൊക്കെ നമ്മൾ നോ കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ആംഡ് ഫോഴ്സിൽ അവരുടെ ഈ പറയുന്ന മക്കൾക്കുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ നോ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ആധാർ കാർഡ് നിർബന്ധമാണ്. ആധാർ കാർഡ് നമ്മളിവിടെ യെസ് എന്ന് കൊടുക്കണം. സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അതിൻ്റെ കോപ്പി ഇവിടെ വെക്കണം. പിന്നെ സെൽഫ് അഡ്രസ്ഡ് empty എൻവലപ്പും പാട് ഇതിൻ്റെ കൂടെ വേണം. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയവരാണെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യും, അവർക്ക് നഷ്ടമാകും. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നും പേജ് വൈസ് ആയിട്ടാണ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയാറ്, കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്ടാ വെച്ചിട്ട്. അപ്പോൾ ഇനി ഇവിടെ കാണാം, നമ്മൾ ഈ പറയുന്ന സെൽഫ് അഡ്രസ്ഡ് empty എൻവലപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം, അതിൽ 25 രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് നമ്മൾ ഒട്ടിക്കണം. ഓക്കെ, അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് ഇവർക്ക് ഈ ഹോൾ ടിക്കറ്റ് നമുക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ വേണം. അപ്പോൾ സെൽഫ് അഡ്രസ്ഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു എൻവലപ്പിൽ ഇട്ടിട്ടാണ് അങ്ങോട്ട് അയച്ചു കൊടുക്കുക. പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കാൻ ഒരു എൻവലപ്പാണ്. അതേപോലെ ഒരു എൻവലപ്പ് വാങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറയുന്ന നമ്മൾ അയച്ചു കൊടുക്കുന്ന എൻവലപ്പിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നില്ലേ, അതേപോലെ നിങ്ങൾ അതിൻ്റെ കൂടെ വെച്ചിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള എൻവലപ്പ് നിങ്ങൾ അതിൻ്റെ കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ആ ഇൻസേർട്ട് ചെയ്യുന്ന എൻവലപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 25 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കണം. നമ്മൾ അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിൽ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അത് സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ അവർ അതിനനുസരിച്ച് പേയ്മെൻറ്റ് വാങ്ങും. നമ്മൾ അയച്ചു കൊടുക്കുന്ന എൻവലപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഫ്രഷ് ആയിട്ടുള്ള മറ്റൊരു എൻവലപ്പിൽ നിങ്ങളുടെ അഡ്രസ്സ് ചെയ്ത
നിങ്ങളുടെ അഡ്രസ്സ്, അതായത് ഇങ്ങോട്ട് വരണ്ടേ, അപ്പോൾ ഇങ്ങോട്ട് നമുക്ക് തിരിച്ചു വരണമെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്താണോ ഫുൾ അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 25 രൂപയുടെ സ്റ്റാമ്പും വാങ്ങിയിട്ട് ഒട്ടിക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന എൻവലപ്പിൻ്റെ ഉള്ളിലേക്ക്, നമ്മൾ അയച്ചു കൊടുക്കുന്ന എൻവലപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും പാടെ വെച്ചിട്ടായിരിക്കണം നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എല്ലാവരും യെസ് എഴുതണം. ഇനി അടുത്തത് നമ്മുടെ ഒറിജിനൽ ഹാൾ ടിക്കറ്റ് ആണ്, അത് 2 കോപ്പീസ് ഉണ്ട് നമ്മൾ കൊടുക്കണം, അതുകൊണ്ട് നമ്മളിവിടെ യെസ് എഴുതണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പാർട്ട് 2 നമ്മൾ ഫില്ല് ചെയ്യേണ്ട. ഇതൊക്കെ ഓഫീസ് യൂസ് ആണ്, ഇവിടെ ഒന്നും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഈ പേജും എന്ത് ചെയ്യണം, നമ്മൾ പ്രിൻ്റ് എടുക്കണം, ചെക്ക് ഓഫ് ലിസ്റ്റും പ്രിൻ്റ് എടുക്കണം, ഈ പറയുന്ന എന്താണ് ഹാൾ ടിക്കറ്റിൻ്റെ ഇത് 2 കോപ്പിയും പ്രിൻ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഇവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നാപ്സ് കയറിയിട്ട്, ബാക്കിയുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് പോകട്ടോ, നാപ്സ് കയറിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രൊഫൈൽ 100% ആക്കണം. അതിൽ നാപ്സിൽ നമ്മൾ എനേബിൾഡ് ഓക്കെയാളിൽ അപ്ലൈ ചെയ്യണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ മുൻപിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാണാത്തവരവിടെ പോയി കാണണം. ഒന്നാമത്തെ സ്റ്റേജ് ഇതാണ്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നാപ്സിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നാപ്സിൻ്റെ പ്രൊഫൈൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുക്കുക. നാപ്സിൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് നമ്മുടെ പ്രൊഫൈൽ ഉണ്ടല്ലോ, കാൻഡിഡേറ്റ് പ്രൊഫൈൽ, അത് നിങ്ങൾ പ്രിൻ്റ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഹാൾ ടിക്കറ്റ് ഉണ്ട്, ഹാൾ ടിക്കറ്റിൻ്റെ ഫോർമാറ്റ് 2 എണ്ണം പ്രിൻ്റ് എടുക്കാൻ ഞാൻ പറഞ്ഞ രീതിയിൽ ഫില്ല് ചെയ്യാം. ഓക്കെ, രണ്ട് ഹാൾ ടിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യാം, പ്രിൻ്റ് എടുത്തിട്ട് അതിൽ ഫില്ല് ചെയ്യാം. അതിനുശേഷം ചെക്ക് ഓഫ് ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ വെക്കാം. എന്നതിന് ശേഷം നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ നമ്മുടെ ITൻ്റെ മാർക്ക് ഷീറ്റ്, പിന്നെ ആധാർ കാർഡ്, പിന്നെ നിങ്ങൾക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റിൻ്റെ അത്, പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന 25 രൂപ ഒട്ടിച്ച ഒരു എൻവലപ്പ്, 25 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു എൻവലപ്പ് നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയതായിരിക്കണം. അതിൽ ഇത് നമ്മൾ ഈ സ്റ്റാമ്പ് ഒട്ടിച്ച എൻവലപ്പും പാടെ നമ്മൾ എന്തിനും ഇതിൻ്റെ കൂടെ നമ്മൾ അയച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും ഇതിൽ പറയുന്ന ചെക്ക് ഓഫ് ലിസ്റ്റിൽ പെട്ട ഇത്രയും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സൊക്കെ മുൻപ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ആ ഭാഗങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കാണണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് ചോദിക്കുക. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റിപ്ലൈ തരാവുന്നതാണ്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാതെ കമൻറ്റ് ചോദിക്കരുത് ദയവ് ചെയ്തിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ആവുന്ന രീതിയിലാണ് ഇത്രയും വലിച്ചു നീട്ടി പറയേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല. നമ്മുടെ ചാനലിന് എപ്പോഴും അതെന്താണ് ശരിക്കും ഇംപ്രഷൻ കുറയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന യൂട്യൂബിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്, അത് ഷോർട്ട് വീഡിയോസിനാണ് കയറി പോകാൻ കഴിയുക. നമ്മൾ ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ് അവിടെ കിടക്കും അത്. അപ്പോൾ നമുക്കത് എങ്കിലും നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് അത് യൂസ് ആവുന്ന രീതിയിൽ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ പറയുന്ന ടെസ്റ്റ് സീരീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വിത്ത് സൊല്യൂഷനിലൂടെ നമ്മൾ ഇടുന്നുണ്ട്. അതിൻ്റെ സൊല്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. താങ്ക് യു.